ഹലോ, വെൽക്കം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ അവിൽ പായസം ഉണ്ടാക്കുകയാണ്. അവിൽ കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ചേരുവകളാണ് എടുത്തു വച്ചിരിക്കുന്നത്. അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. പഴം, തേങ്ങാപ്പാൽ, ശർക്കരപ്പാനി, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഞാൻ ഒന്ന് നെയ്ക്കകത്തിട്ടിട്ടുണ്ട്. നെയ്യിനകത്ത് നടന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് പഴം ഒന്ന് നെയ്യിനകത്ത് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നെയ്യ് എല്ലായിടത്തും വിരഞ്ഞ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ പഴത്തിനെ നമുക്കതിലോട്ട് മാറ്റാം. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയതിലേക്ക് മാറ്റാം. ശേഷം നമുക്ക് അവിലും കൂടെ ഒന്ന് വിളയിച്ചെടുക്കണം. അവിലൂടെ വിളയിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി പായസം ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ അവിലൂടെ ഒന്ന് വിളയിച്ചെടുക്കുക. കുറച്ച് നെയ്യ് മതി അവിൽ വിളയിക്കാൻ, ഒരുപാട് നെയ്യ് വേണ്ട. ഇതെല്ലാം വഴറ്റിയ നെയ്യിലേക്കൊന്നിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അവിലൊന്ന് വറുത്തിട്ട് ക്രഷ് ചെയ്തതാണ്. ഇത് ചൂടാക്കിയെടുക്കാം. അവിൽ തേങ്ങാപ്പാലുമായിട്ട് രണ്ടാമത്തെ പാലിലാണ് കേട്ടോ. അവിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പഴം നെയ്യിൽ വരട്ടി വെച്ചതെടുത്തിടാം. ശേഷം നമുക്ക് ശർക്കരപ്പാനി ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഴമെല്ലാം മിക്സായി കഴിഞ്ഞു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി തേങ്ങാപ്പാലാണ് ഒഴിക്കാനുള്ളത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വിളയിച്ചതും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യത്തെ പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ച് സൈഡിൽ നിന്ന് ചെറുതായിട്ട് തിളവന്ന ഉടനെ ഓഫ് ചെയ്യണം. ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ളത് ഏലക്കായ പൊടിച്ചതാണ്. ഏലക്കായ പൊടിച്ചതിട്ടു. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇടാം. നല്ല അവിൽ പായസം തയ്യാറായി. നല്ല രുചികരമായ അവിൽ പായസം.
പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം നെയ്യിൽ വിളയിച്ചിട്ടതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ച പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതേ രീതിയിൽ വല്ലാത്തൊരു രുചിയായിരിക്കും. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ വളരെ രുചികരമായ കുട്ടികൾക്ക് 4 മണിയാകുമ്പം സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പായസം, നമുക്ക് വലിയ ആളുകൾക്കും കുടിക്കാൻ പറ്റുന്നൊരു പായസമാണ്. തേങ്ങാപ്പാലിലാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ പഴവും അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഇനി കട്ടിയാകും. ചൂടോടുകൂടിയാണ് ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ കോരി കുടിക്കാൻ പറ്റും. വളരെ രുചികരമാണ് ഈ പായസം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കണ്ടിട്ട് അഭിപ്രായം ഒന്ന് പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ നിങ്ങളെ കൂടെ കൂട്ടണേ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.